നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കൈയാളുന്നൊരു നാട്ടിൽ പ്രധാന കസേരകളിൽ ഇരിക്കുന്നത് RSSകാരാണെന്ന ആഭ്യന്തര വിമർശനം ആ പാർട്ടിക്ക് ഗൗരവമുള്ളതായി തോന്നുന്നില്ലേ? പോലീസ് ഉപദേശകനും ക്രമസമാധാന പാലകനും ജില്ലാ പോലീസ് മേധാവിമാരുമെല്ലാം പാർട്ടിയെ സംഘപരിവാരത്തിന് ഒറ്റുകൊടുക്കുകയാണെന്ന വെളിപ്പെടുത്തൽ ഭരണനായകനായ PB അംഗത്തെ ഞെട്ടിക്കുന്നില്ലേ? ആരും കാണാതെ RSS നേതാക്കളെ അടിക്കടി കാണാൻ പോകുന്നയാളാണ് തൻ്റെ വിശ്വസ്തനെ പോലെ കൈപിടിച്ചു നിൽക്കുന്നത് എന്നറിഞ്ഞിട്ടും അയാളെ തൊടാൻ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് അറയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പാർട്ടിയും സഖാക്കളാകെയും നിരാശയോടെ മുഖം താഴ്ത്തി നിൽക്കുന്നത് പിണറായി വിജയൻ കാണുന്നില്ലേ? സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും എല്ലാം തുണിയുരിഞ്ഞു നിർത്തി നാണം കെടുത്തുമ്പോഴും പോലീസ് ഉന്നതരുടെ ആത്മവീര്യം മാത്രമാണ് തനിക്ക് പ്രധാനമെന്ന് പ്രഖ്യാപിക്കുകയാണോ പിണറായി വിജയൻ? അതോ നമുക്കാർക്കും അറിയാത്ത ദുരൂഹ ഇടപാടുകളുടെ ഇടനിലക്കാരനെ മറയില്ലാതെ സംരക്ഷിക്കുകയാണോ അദ്ദേഹം? സംഘപരിവാരത്താൽ പിടഞ്ഞു വീണു മരിച്ച ഡസൻ കണക്കിന് രക്തസാക്ഷികളുടെ ചോരയിൽ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം അതേ ശത്രുക്കളുമായി അണിയറയിൽ കൂട്ടുകൂടിയോ എന്ന സംശയത്തിന് പിണറായി വിജയൻ വ്യക്തത വരുത്താത്തത് ആരെ ഭയന്നിട്ടാവും? അല്ലെങ്കിൽ ആരെ പ്രീണിപ്പെടുത്താനാവും? നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് പട ഒരു ക്രിമിനൽ സംഘമായി മാറിക്കഴിഞ്ഞുവെന്ന്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മാഫിയ തലവന്മാരെ പോലെയാണ് പെരുമാറുന്നത് എന്ന് ഒരു ഭരണപക്ഷ MLA വിളിച്ചു പറയുമ്പോൾ സാധാരണ പൗരന്മാരായ നമുക്ക് ഭയമുണ്ട്. ആ ഭയത്തിന് അറുതി വരുത്താൻ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി പക്ഷേ ദുരൂഹ മൗനം അവലംബിക്കുന്നു. അത് ചില്ലറ കാര്യമല്ല. RSS നല്ല പിന്തുണ ഈ പറയുന്ന അജിത് കുമാറിനുണ്ട്. അതിനപ്പുറം ഈ അജിത് കുമാറിനായിട്ട് വേറൊരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് RSS അദ്ദേഹത്തിനെതിരെ RSS അനുഭാവികളായ പോലീസുകാർ ചെറുവിരലിറക്കിയാലും ഇദ്ദേഹം കൊന്നു കൊല വിളിക്കും. സുജിത് ദാസും MR അജിത് കുമാറും കേരളം കണ്ട നൊട്ടോറിയസ് ക്രിമിനലുകളാണ് എന്ന് കേരളം കാണാൻ പോവുകയാണ്. 2016 പിണറായി വിജയൻ അധികാരമേറ്റത് മുതൽ സംസ്ഥാനത്തെ പോലീസ് ചലിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിനൊപ്പിച്ചല്ല എന്ന ഗൗരവതരമായ വിമർശനം ഇവിടെയുണ്ട്. ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ വെറുപ്പ് പ്രചാരണത്തോട് സ്വീകരിക്കുന്ന അനുനയ സമീപനവും പാർട്ടി നയത്തിനു വിരുദ്ധമായ UAPA കേസുകളും മാവോയിസ്റ്റ് വേട്ടയും മാത്രമല്ല, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുപ്രവർത്തകർക്ക് ഇടമില്ലാതാക്കിയ അപകടകരമായ പ്രവണതയ്ക്കും പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ തുടക്കം കുറിച്ചു. ന്യായമായ സംഗതികൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയാതെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അപമാനിതരായി മടങ്ങി. വെച്ചുപൊറുപ്പിക്കാനാവാത്ത ഈ നയത്തിനെതിരെ പലയിടത്തായി ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഉയർന്നു കേട്ടുവെങ്കിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അത് കണ്ടതായി നടിച്ചില്ല. പിണറായി അവഗണിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കരുത്തുമുണ്ടായില്ല എന്നതാണ് നിർഭാഗ്യം. പോലീസ് സ്റ്റേഷനുകളിൽ ജനകീയ പ്രശ്നങ്ങളുമായി കയറിയിറങ്ങാൻ കഴിയാതെ സഖാക്കൾ അവരുടെ അപമാന ജീവിതം തുടർന്നു. UAPA എന്ന കരിനിയമം ഞങ്ങളുടെ നയമല്ല, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് ഇവിടെ അലനെയും താഹമാരെയും UAPA ചുമത്തി ജയിലിലടച്ചു. അതിനെതിരെ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ വിമർശനം ഉയർന്നപ്പോൾ പോലീസ് എഴുതിക്കൊടുത്ത ന്യായീകരണ വാചകം അറപ്പില്ലാതെ വായിച്ച് പിണറായി വിജയൻ പാർട്ടിയെയും മുന്നണിയെയും ഞെട്ടിച്ചു. പാവം പാർട്ടിക്ക് മിണ്ടാൻ ഒന്നുമുണ്ടായിരുന്നില്ല, കഴിയുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലയിടത്തു നിന്നായി മാവോയിസ്റ്റ് സംഘാംഗങ്ങളെ പോലീസ് വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊന്നപ്പോഴും മുന്നണിയിലെ വിയോജിപ്പുകളെ പിണറായി വിജയൻ വകഞ്ഞുമാറ്റി. വിധിയെന്നു കരുതി മൂലക്കിരിക്കാനായിരുന്നു ഇടതുപക്ഷക്കാരുടെ യോഗം. കേരളം എന്ന മതനിരപേക്ഷ നാടിൻ്റെ അടിത്തറയിളക്കുന്ന വർഗീയവാദത്തോട് പോലീസ് സ്വീകരിക്കുന്ന ഏറ്റവും വിപത്കരമായ വിധേയ സമീപനമായിരുന്നു പിണറായി വിജയൻ്റെ ഭരണത്തിൽ കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചതി. അത്തരം എല്ലാ സന്ദർഭങ്ങളിലും പോലീസിൻ്റെ ആത്മവീര്യത്തെക്കുറിച്ച് പറഞ്ഞ് പിണറായി വിജയൻ കേരളത്തെ ഞെട്ടിച്ചു. കഴിഞ്ഞ വർഷം നിലമ്പൂർ MLA PV അൻവറും
കുന്നത്തുനാട് MLA PV ശ്രീനിജനും സംഘപരിവാരത്തിൻ്റെ കൊട്ടേഷൻ മീഡിയക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിലും അതിന് CPIM എന്ന പാർട്ടിയുടെ പിന്തുണ കിട്ടിയില്ല. മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ മോശം പണിയെടുത്താൽ ഇനിയും കേസുകൾ എടുക്കുമെന്ന് ടെലിവിഷൻ ചാനലുകളോട് പറയുന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷവേരുകളായ ഓൺലൈൻ ചാനലുകളോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരു നടപടിയിലേക്കും പോകുമെന്ന് പറയുന്നത് നാം കേട്ടതേയില്ല. CPIM തീരുമാനിച്ചുറപ്പിച്ച് അൻവറിനെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടില്ലെന്ന് അന്നും ഇന്നും പാർട്ടി നേതാക്കൾ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുക്കാത്തതെന്ന്, ആരെയെങ്കിലും ഏൽപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് മുന്നിൽ വളിച്ച മുഖവുമായി തലകുനിച്ചു നിൽക്കുന്നു അന്നും ഇന്നും ഈ പാർട്ടി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. അൻവർ എന്ന് പറയുന്നത് CPIMന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. മുതലപ്പുഴയിൽ മനുഷ്യർ മരിക്കുന്നത് തുടർക്കഥയാകുന്നതിൽ രോഷാകുലനായ ലത്തീൻ പുരോഹിതനെതിരെ സ്വമേധയാ കേസെടുത്ത് കലാപാഹ്വാന കുറ്റം ചുമത്തിയ കേരളത്തിലെ പോലീസ് ഓൺലൈൻ ക്രിമിനലുകൾക്കെതിരെ സ്വമേധയാ ഒരു കലാപാഹ്വാന കുറ്റമോ മതസ്പർദ്ധാ കുറ്റമോ ഒരിക്കലും ചുമത്തിയില്ല. കാരണം ആ യൂട്യൂബ് ചാനലുകളെല്ലാം സംഘപരിവാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു. ഒരു കുപ്രസിദ്ധ യൂട്യൂബർക്കെതിരെ ദളിത് പീഡന നിരോധന നിയമപ്രകാരം കേസുണ്ടായിട്ടും 1 മാസത്തോളം അയാളെ തൊടാതെ സംരക്ഷിച്ചു പിടിച്ച പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നത് CPIMൻ്റെ PB അംഗം കൂടിയായ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും ആ വിദ്വേഷ കുറ്റവാളിയുടെ ആതിഥ്യം സ്വീകരിക്കുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷിയായി. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുന്നവരെയും രാജി ആവശ്യപ്പെടുന്നവരെയും വധശ്രമക്കേസിൽ അകത്താക്കാൻ വെമ്പൽ കൊള്ളുന്ന പോലീസിന് സംഘപരിവാരത്തിന് വേണ്ടി വെറുപ്പ് വിതയ്ക്കുന്ന ക്രിമിനലുകളെ തൊടണം എന്ന് തോന്നുന്നു പോലുമില്ല. സർക്കാരിനില്ലാത്ത നയം പോലീസിനുണ്ടാകണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഈ നിസ്സംഗ സമീപനത്തിലുള്ള നിരാശയുടെ ഒടുക്കമാണ് അവസാനത്തെ പോരാട്ടത്തിനായി നിലമ്പൂർ MLA PV അൻവർ ഇപ്പോൾ വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒന്നുറപ്പാണ്, കഴിഞ്ഞ 8 വർഷമായി CPIM എന്ന പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾക്ക് മിണ്ടാൻ ഭയമായിരുന്ന, തൊടാൻ അവർ അറച്ചിരുന്ന വിഷയത്തിൽ ഒരു അർദ്ധ പാർട്ടിക്കാരനായ അൻവർ ആഞ്ഞിറങ്ങിയിരിക്കുന്നു. ഈ പാർട്ടിയും ഈ സർക്കാരും ഗുരുതരമായ കുഴപ്പത്തിലേക്ക് വീഴുകയാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അയാൾ അഴകുഴമ്പൻ നയതന്ത്രത്തിൻ്റെ മേമ്പൊടിയില്ലാതെ വിളിച്ചു പറയുന്നു. അത് കേരളത്തെ പിടിച്ചു കുലുക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ, സാധാരണക്കാരായ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെതിരാക്കാൻ എന്താണ് മാർഗം എന്ന് റിസർച്ച് നടത്തി അതിൽ ഡോക്ടറേറ്റ് വാങ്ങിയവനാണ് ഈ MR അജിത് കുമാർ. നിരന്തരമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക. പാർട്ടിക്ക് വമ്പൻ ക്ഷീണമുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ദുശാഠ്യങ്ങളോട് സന്ധി ചെയ്യുമ്പോഴും അൻവറിനെ തള്ളിപ്പറയാൻ CPIMന് കഴിയുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, PV അൻവറിനൊപ്പം സംസ്ഥാനത്തെ മുഴുവൻ സഖാക്കളുമുണ്ട്. അൻവറിനെ തള്ളിപ്പറഞ്ഞാൽ അതിന് കൈയടിക്കാൻ അടിത്തട്ടിലെ സഖാക്കളെ കിട്ടില്ലെന്ന് MV ഗോവിന്ദനും സാക്ഷാൽ പിണറായി വിജയനും നന്നായി അറിയാം. തങ്ങൾ നിൽക്കുന്നത് അടിയുറച്ച മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ പ്രതലത്തിലല്ലെന്നും അത് ജനത്തിനും സഖാക്കൾക്കും അറിയാമെന്നും നേതൃസഖാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. EMS സർക്കാരിൻ്റെ നയത്തുടർച്ച അവകാശപ്പെട്ടയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തായിരുന്നു EMS സർക്കാരിൻ്റെ പോലീസ് നയം? ജന്മി കുടിയാൻ തർക്കങ്ങളിൽ ജന്മിയുടെ കൂടെ മാത്രം നിലകൊണ്ടിരുന്ന പോലീസ് ഇനി ഉണ്ടാവില്ല എന്ന രാഷ്ട്രീയ നയം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ആളാണ് EMS. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആവലാതിക്കാരനെ തുല്യ ബഹുമാനത്തോടെ പരിഗണിക്കണമെന്നും ഇരിക്കാൻ കസേര കൊടുക്കണമെന്നും നയമുണ്ടായിരുന്നു EMSന്, EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്. പിണറായി വിജയൻ്റെ പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടിക്കാർക്കെങ്കിലും ഈ പരിഗണന ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ? സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ക്രിമിനൽ സംഘങ്ങളുടെ നേതാവാണെന്നാണ് PV അൻവർ എന്ന നിയമസഭാംഗത്തിൻ്റെ ആരോപണം. എന്നു മാത്രമല്ല, അദ്ദേഹം RSS താൽപ്പര്യത്തിനൊപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും അൻവർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് പിന്നാലെയാണ്
കഴിഞ്ഞ വർഷം 2 തവണയായി ADGP RSS നേതാക്കളെ രഹസ്യമായി കണ്ടിരുന്നു എന്ന വിവരം പുറത്തു വന്നത്. എല്ലാവരും ഞെട്ടിയിട്ടും CPM-ന് മാത്രം, അല്ലെങ്കിൽ CPM-ന്റെ സർക്കാരിന് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു ഞെട്ടലുമില്ല. RSS-ഉം മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് MR അജിത് കുമാർ. ADGP-യെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJP-യുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ആരെങ്കിലും RSS-കാരെ കണ്ടാൽ ഞങ്ങൾക്കെന്താ എന്ന രാഷ്ട്രീയ ശൂന്യമായ വഷളൻ ചോദ്യം ചോദിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മെ അമ്പരപ്പിക്കുന്നു. RSS-ന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുകൊണ്ട് അല്ല, അദ്ദേഹം ഒരു ADGP RSS ഒരു പ്രധാന സംഘടനയല്ലേ, അതിൻ്റെ നേതാക്കളെ കണ്ടാൽ എന്താ എന്നായിരുന്നു സ്പീക്കർ AN ഷംസീറിൻ്റെ ചോദ്യം. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകതയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്യന്തികമായി RSS അനുഭാവിയായ ADGP സംരക്ഷിക്കപ്പെടുകയാണ്. മുന്നണി യോഗത്തിൽ പോലും ADGP-ക്കെതിരായി ഉയർന്നു വന്ന വികാരത്തെ പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിന്ന് ചെറുത്തു. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അത് തികച്ചും അവിചാരിതവും രാഷ്ട്രീയരഹിതവുമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ LDF കൺവീനറെ പദവിയിൽ നിന്ന് നീക്കിയ മുന്നണിയും പാർട്ടിയുമാണ് RSS നേതാക്കളെ ദുരൂഹമായി സന്ദർശിച്ച ADGP-യെ സംരക്ഷിച്ചു പിടിക്കുന്നത്. രാഷ്ട്രീയ നിലപാടിലെ ഇരട്ടത്താപ്പും വഞ്ചനയുമല്ലാതെ ഇത് മറ്റെന്താണ്? ADGP എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു RSS നേതാക്കളെ? ഊഴമിട്ട് ആണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP-ക്ക് RSS-ന്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിൽ RSS-ന് എന്താണ് കാര്യം? പിണറായിയുടെ ആഭ്യന്തര വകുപ്പിൽ RSS-ന് എന്തിനാണ് ഇത്ര കസേരകൾ? RSS എന്നാൽ രാജ്യം തന്നെയാണ് എന്ന സിദ്ധാന്തത്തിന് പിണറായി വിജയൻ്റെ ഭരണകാലത്തും പ്രാമുഖ്യം കിട്ടുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇടത്തോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഒരു കൂസലുമില്ലാതെ അതിൻ്റെ പോലീസ് വലത്തേക്ക് സഞ്ചരിക്കുന്നത് ആരുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ ആരുടെ നിഗൂഢ താല്പര്യമാണ്? നാടാകെ വർഗീയ ഫാസിസം കൊടികുത്തി വാഴുന്ന കാലത്ത് വിയോജിപ്പിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തെയാണ് കേരള സർക്കാർ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഇടതുപക്ഷ സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രയോഗത്തിൽ അതിലെത്ര ശരിയുണ്ട് എന്ന ഭയജനകമായ ചോദ്യമാണ് കേരളത്തിലിരുന്നു കൊണ്ട് ഇപ്പോൾ ചോദിക്കാനുള്ളത്. തൃശ്ശൂർ പൂരത്തിനകത്ത് നടന്ന നിഗൂഢമായ ഏർപ്പാടുകൾ എന്തെല്ലാമായിരുന്നു? BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നടന്ന ആസൂത്രിത ഗൂഢാലോചനയല്ലേ അതെന്ന CPI-യുടെ ചോദ്യത്തിന് പോലും ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരമില്ല. പൂരത്തിനിടെ നടന്ന അസാധാരണമായ ഏർപ്പാടുകളെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് റിപ്പോർട്ട് 4 മാസമായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ആരെ രക്ഷിക്കാനാണത്? പൂരം തകർത്താൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJP-യുടെ ഫോർമുലയാണ്. അത് LDF-ൻ്റെ ഫോർമുലയല്ല. പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJP-യുടെ ഫോർമുലയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽ പൂരവും കൂടി അവതാളത്തിലാക്കാൻ, പ്രതിസന്ധിയിലാക്കാൻ വേണ്ട ഗൂഢാലോചനയും കൂടി നടത്തിയിട്ടാണ് പല ഫോർമുലകളും മുന്നോട്ട് വെച്ചത്. പൂരത്തിൽ പരിധി വിട്ടിടപെട്ട അങ്കിത് അശോക് എന്ന SP-യെ തന്ത്രപരമായി സംരക്ഷിച്ചു മാറ്റിയതും കേരളം കണ്ടതാണ്. എന്താണ് നിങ്ങൾക്കൊക്കെ ഇടയിലുള്ള അദൃശ്യമായ ഇടപാടുകളെന്ന് കേരളം ചോദിക്കുമ്പോൾ പിണറായി വിജയന് സംശയകരമായ മൗനം. അൻവറിൻ്റെ ആരോപണത്തിന് പിന്നാലെ മലപ്പുറം ജില്ലയിലെ SP അടക്കം നിരവധി പോലീസുകാരെ സർക്കാർ സ്ഥലം മാറ്റി. പൊതുസമൂഹത്തിന് വിശ്വാസം പകരുന്ന തീരുമാനമായിരുന്നു അത്, തർക്കമില്ല. പക്ഷേ അതിൻ്റെ ശോഭ കെടുത്തുന്ന മറ്റൊരു നിർബന്ധ ബുദ്ധി കൂടി സർക്കാരിൽ നിന്ന് പ്രകടമായി. ആരെയൊക്കെ മാറ്റിയാലും ADGP അജിത് കുമാറിനെ മാറ്റാനൊക്കില്ല എന്നതായിരുന്നു പിണറായി വിജയൻ്റെ തീരുമാനം. അത് എന്തുകൊണ്ടാണ്? അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGP-ക്കെതിരെയുള്ള നടപടി തീരുമാനിക്കാം എന്നതാണ് പിണറായി വിജയൻ്റെ ന്യായം. അങ്ങനെയെങ്കിൽ മലപ്പുറത്തെ പോലീസുകാരെ ആകെ സ്ഥലം മാറ്റിയത് ഏത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് റിപ്പോർട്ടുകളെ മുൻനിർത്തിയല്ല,
മറിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടും തീരുമാനവും അജിത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ DGP സെൻകുമാറിനെ മാറ്റിയതും കോടതിയിൽ പോയി തോറ്റതും നമുക്ക് ഓർമ്മയുണ്ട്. അതിന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറഞ്ഞ ന്യായം സെൻകുമാർ RSSകാരനാണ് എന്നത് കൂടിയായിരുന്നു. എന്നാൽ അജിത്തിൻ്റെ കാര്യത്തിൽ ആ നയം ഇല്ല. അതിന് ഒരർത്ഥമേ ഉള്ളൂ. സെൻകുമാറിൻ്റെ RSS ബന്ധം വെറുമൊരു കപടന്യായം മാത്രമായിരുന്നു. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ RSS ബന്ധമുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവും പിണറായി വിജയന് സത്യത്തിലില്ല. കാരണം ഐ വാണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബാസ്റ്റേഴ്സ് എന്ന് വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഉപദേശക കസേരയിലേക്ക് ആനയിച്ചിരുത്തിയ, അതിനൊരു മടിയും ഇല്ലാതിരുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് RSSൻ്റെ കങ്കാണി പോലീസുകാരോട് എന്തു പ്രശ്നം? ADGP അജിത് കുമാറിനെ പദവിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിൽ ചലിക്കുമെന്ന് വിചാരിക്കാൻ കേരളത്തിലെ മനുഷ്യർക്ക് മറവി രോഗമൊന്നും ബാധിച്ചിട്ടില്ല. രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത വിവരശൂന്യരുമല്ല കേരളത്തിലുള്ളത്. RSS നേതാക്കളെ കണ്ടതടക്കം എന്തിന് എന്ന് പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി മുന്നണി നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. പക്ഷേ അജിത് കുമാറിൻ്റെ മൊഴിയെടുത്ത DGP RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് അജിത്തിനോട് ഒന്നും ചോദിച്ചതായി അറിവില്ല. ചോദിച്ചാൽ തന്നെയും തികച്ചും വ്യക്തിപരമായ സന്ദർശനമെന്ന ഒറ്റവാക്കിൽ എല്ലാം അവസാനിക്കും. ആ അന്വേഷണ റിപ്പോർട്ട് വെച്ച് പിണറായി വിജയൻ അജിത്തിന് പിന്നെയും കോട്ട കെട്ടും. അജിത്തുമാർ പിന്നെയും പോയി RSSകാരെ കാണും. അനുഗ്രഹാശിസുകളും നിർദ്ദേശങ്ങളും ഏറ്റുവാങ്ങും. വെളിച്ചം കയറാത്ത അതിസുരക്ഷയുടെ കോട്ടയ്ക്കകത്ത് പിണറായി വിജയൻ ഇതെല്ലാം കണ്ടോ കാണാതെയോ യാത്ര തുടരും. പോലീസിനകത്തെ ക്രിമിനൽ ഏർപ്പാടുകൾ പുറത്തു കൊണ്ടുവന്ന അൻവറിനെയും തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഭീകരബന്ധമുള്ള സ്വർണ്ണക്കടത്തുകാർക്കെതിരായ നടപടിയാണ് അൻവറിൻ്റെ ആരോപണത്തിന് പിന്നിലെന്നാണ് അജിത് കുമാറിൻ്റെ മൊഴി. പന്തീരങ്കാവിലെ വിദ്യാർത്ഥികൾ ചായ കുടിക്കാൻ പോയതിനല്ല അവർക്കെതിരെ UAPA ചുമത്തിയത് എന്ന പോലീസിൻ്റെ വാചകം നാണക്കേടില്ലാതെ വായിച്ച മുഖ്യമന്ത്രി അൻവറിനെതിരായ അജിത് കുമാറിൻ്റെ മൊഴിയും അറപ്പില്ലാതെ കേരളത്തിൻ്റെ മുന്നിൽ വായിക്കുമോ? സംസ്ഥാനത്തെ പോലീസിനെ സെൽ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നും മറ്റും മേനി നടിക്കുന്ന ഭരണമാണിത്. രാഷ്ട്രീയക്കാർക്ക് പോലീസിൽ ഒരു ഇടവുമില്ലാതെ അതിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി എന്നത് മഹാകാര്യമായി കാണുന്ന വിവരദോഷത്താൽ അധിഷ്ഠിതമാണ് ഈ സർക്കാരിൻ്റെ പോലീസ് നയം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ വധശ്രമ കേസുകൾ പോലെയുള്ള ഗുരുതര വകുപ്പുകൾ എടുക്കുക, മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ വലിയ അതിക്രിയകൾ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുക, സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അടിക്കടി സുരക്ഷ കൂട്ടുക. ഇത്രയുമൊക്കെയായാൽ പിണറായി വിജയൻ തൃപ്തനായി, ഹാപ്പിയായി. ബാക്കി പോലീസിന് ഏതു വഴിക്കും പോകാം, ഏതു വെറുപ്പ് സംഘത്തിൻ്റെയും വിധേയരാകാം, ഏതു വർഗീയവാദിയോടും സന്ധിയാകാം. അതൊന്നും കഴിഞ്ഞ 8 വർഷത്തിനിടെ പിണറായി വിജയൻ്റെ വിഷയമേ ആയിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വകുപ്പിന് RSS വിധേയത്വമാണെന്ന് വിമർശിച്ചയാളാണ് പിണറായി വിജയൻ. വർഷം 8 കഴിയുമ്പോഴും പോലീസിനെ ആ സംഘപാളയത്തിൽ നിന്ന് തിരികെ വിളിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല, തോന്നിയിട്ടില്ല. കഴിവുകേട് കൊണ്ടാണോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് തെളിച്ചു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടിയാണ്. തിരുവല്ലയിലെ ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിൽ പോലീസ് നടത്തിയ ഇടപെടലിനെ അന്ന് വിമർശിച്ച അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി പോലീസിൽ എപ്പോഴും RSSകാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. CPI നേതാവ് ആനി രാജ പോലീസിലുള്ള RSS ഗ്യാങ്ങിനെ കുറിച്ച് ആശങ്കാകുലയാകുന്നു. ആരോടാണ് ഈ പാർട്ടിക്കാർ, ഈ മുന്നണിക്കാർ ഇതൊക്കെ പറയുന്നെങ്കിൽ അവരത് പിണറായി വിജയനോട് പറയട്ടെ. തിരുത്താനാകുമെങ്കിൽ അവർ പിണറായി വിജയനെ തിരുത്തട്ടെ. അല്ലെങ്കിൽ പോലീസിൽ RSS ഉണ്ടെങ്കിൽ അതിനുള്ള കുഴപ്പമെന്താണെന്ന് K. സുരേന്ദ്രൻ്റെ ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ച് നാണം കെട്ട് നിൽക്കട്ടെ. ഈ നിമിഷത്തിലെ അൻവറിൻ്റെ പ്രസക്തി അയാളുടെ ഭൂതകാല പോരാട്ടത്തിലുണ്ട്. നാട് കുട്ടിച്ചോറാക്കാൻ പണിയെടുക്കുന്ന യൂട്യൂബ് വിഷങ്ങളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പോലീസ് ശ്രമിച്ചതിൻ്റെ കഥ അൻവറിൻ്റെ പോരാട്ടങ്ങളിൽ കാണാം. പോലീസിൻ്റെ വയർലെസ് സന്ദേശങ്ങൾ പോലും ചോർത്തിയ ഒരു ക്രിമിനലിനെ ഗുരുതര വകുപ്പുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ADGP 1.5 കോടി കൈക്കൂലി വാങ്ങിയെന്ന് അൻവർ വിളിച്ചു പറയുമ്പോൾ നമുക്കത് വെറുതെ അവഗണിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ അതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ പോലും ഇളക്കുന്ന ഇത്തരം വെറുപ്പിൻ്റെ പിത്തലാട്ടക്കാരെ പൂട്ടാനാണ് അൻവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. CPMഉം അവരുടെ സർക്കാരും ചെയ്യാത്തത്, അല്ലെങ്കിൽ ഈ വൈകിയ വേളയിലും അവർക്ക് ചെയ്യാൻ തോന്നാത്തത്
അൻവർ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഫലമുണ്ടാവട്ടെ. സമാനതകളില്ലാത്ത വർഗീയ വിഭജനത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് നാട് കൂപ്പുകുത്തുന്നത് നിസ്സംഗമായി കണ്ടു നിൽക്കേണ്ടവരല്ലല്ലോ നമ്മൾ. മനുഷ്യരിൽ വർഗീയതയുടെ വിഷനീര് കുത്തിവെച്ച് പരസ്പരം കണ്ടാൽ വെറുക്കുന്നവരാക്കി മാറ്റിയെടുക്കാനുള്ള പരസ്യപ്രയത്നങ്ങളെ നമുക്ക് അവഗണിക്കാനൊക്കുമോ? ഇല്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഭരണകൂടം ഈ വെറുപ്പിൻ്റെ പരന്നൊഴുകലിനോട് നിരാശാജനകമായ നിസ്സംഗത തുടരുകയാണ്. മാധ്യമ സ്ഥാപനങ്ങളെന്ന വ്യാജേന ഓൺലൈനിൽ ഓരോ ദിവസവും മുളച്ചു പൊന്തുന്ന യൂട്യൂബ് അക്കൗണ്ടുകൾ വഴി ഗ്യാലൻ കണക്കിന് വെറുപ്പ് നമ്മുടെ പൊതുമനസ്സിലേക്ക് അരിച്ചരിച്ചിറങ്ങുന്നു. വിമർശനത്തിൻ്റെ പരിധി വിട്ട് ആക്ഷേപത്തിൻ്റെ വഴിയിലേക്ക് ആരെയും ഭയക്കാതെ അവ ഇറങ്ങി സഞ്ചരിക്കുന്നു. പ്രത്യേക മതങ്ങളെ, ജാതികളെ, രാഷ്ട്രീയ പാർട്ടികളെ ഉന്നമിട്ട് അവയ്ക്കുമേൽ കൊടിയ വിദ്വേഷത്തിൻ്റെ വസൂരി വിത്തെറിയുന്നു. ആരാലും ചോദിക്കപ്പെടാനില്ല എന്ന അമിതാത്മവിശ്വാസത്തോടെ അവ സ്വൈരവിഹാരം തുടരുന്നു. വിഷത്തിൻ്റെ വിതരണക്കാർക്ക് അജണ്ടകളുണ്ടാകും. അവരോട് നമുക്കൊന്നും സംസാരിക്കാനില്ല. ക്രിമിനലുകളോട് നിയമത്തെയും സാഹോദര്യത്തെയും കുറിച്ച് സംസാരിച്ചിട്ട് എന്തു കാര്യം? നമുക്ക് സംസാരിക്കാനും ചോദിക്കാനുമുള്ളത് ഭരണകൂടത്തോടാണ്. സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്ന, വ്യക്തികൾക്കുമേൽ ദുരാരോപണം ചൊരിയുന്ന, കലാപങ്ങൾക്കും മരുന്നിടുന്ന ഓൺലൈൻ വിദ്വേഷക്കാരോട് നിങ്ങൾ എന്തു നിലപാട് സ്വീകരിക്കുന്നു? പിണറായി വിജയൻ്റെ വീടെന്ന പേരിൽ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച യുവാവിനെ ജയിലിലടയ്ക്കാൻ കാണിച്ച ആവേശം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയതിന് തൊപ്പി എന്ന യൂട്യൂബറെ നട്ടപ്പാതിരയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച അത്യുത്സാഹം ഈ നാടിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷ കുറ്റവാളികളോട് കാണിക്കാത്തത് എന്താണ്? 2 തവണത്തെ അധികാരവും 8 വർഷവും പിന്നിട്ടിട്ടും ആഭ്യന്തര വകുപ്പിനകത്ത് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയാത്തൊരു ഭരണകൂടം ജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? പൗരൻ്റെ എല്ല് തല്ലിയൊടിച്ചും കള്ളക്കേസിൽ കുടുക്കി ഭാവി തകർത്തും ആത്മഹത്യയിലേക്ക് വരെ തള്ളിയെറിഞ്ഞും തോന്നും പടി അഹന്ത സഞ്ചാരം തുടരുന്നൊരു വകുപ്പിനെ തൊടാൻ പോലുമാകാത്ത വിധം ദുർബലനാണോ നമ്മുടെ ഭരണാധികാരി? 1-ാം നമ്പർ കേരളത്തിൻ്റെ അടിസ്ഥാന ശിലയായ മതേതര ഘടനയെ തകർത്തെറിയാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നവരാണ് നമ്മുടെ പോലീസെന്ന് ഓരോ തവണ തെളിയുമ്പോഴും അഴകുഴമ്പൻ മൗനത്തിലേക്ക് ഊളിയിടുന്ന ഭരണനായകൻ്റെ താല്പര്യം എന്താണ്? ഓരോ ദുരനുഭവം ഉണ്ടാകുമ്പോഴും നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വരുന്നു നമുക്ക്. കുഴപ്പക്കാർക്കെതിരെ ചിലപ്പോൾ മാത്രം ചട്ടപ്പടി നടപടികൾ മാത്രമെടുത്ത് പിന്നെയും അബദ്ധസഞ്ചാരത്തിന് അഴിച്ചുവിടുകയാണ് ഭരണാധികാരി. പോലീസിൻ്റെ സ്വഭാവം നന്നാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ഭരണപുങ്കവന്മാർക്ക്. ഇവിടെയെല്ലാം അതിഗംഭീരമാണെന്നും നമ്മുടെ പോലീസ് തന്നെ ലോകോത്തരമാണെന്നുമുള്ള തേഞ്ഞുരഞ്ഞ ന്യായവാദം നിരത്തി അപഹാസ്യരാകുന്നു അവർ. ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ കൊടി പിടിച്ച വിയർപ്പൊഴുക്കിയ സഖാക്കൾക്ക് പോലും ഒരക്ഷരം മിണ്ടാനാവാതെ തല്ലുകൊണ്ട് വീഴേണ്ട ദുർഗതി. കൂട്ടത്തിലൊരുത്തനെ കൊല്ലാക്കൊല ചെയ്താലും ചോദിക്കാൻ കൈയുയരാത്ത വിധം ദയനീയ സ്ഥിതിയിലേക്ക് ചുരുങ്ങി ഒതുങ്ങിപ്പോയ പാർട്ടിയും സഹസംഘടനകളും. പരാജയമാണ് കാര്യങ്ങളെന്നല്ല, ഭീതിതമാണ് സാഹചര്യം. ഇതിങ്ങനെ വിട്ടാൽ ജനം നിയമം കയ്യിലെടുക്കുന്ന ദിവസം വരും. അതുണ്ടാക്കുന്ന അപകടം ചില്ലറയായിരിക്കില്ല. ആ വിപത്ത് നിമിഷത്തിൻ്റെ ഒരേ ഒരു ഉത്തരവാദി വടിവാളുകൾക്കിടയിലൂടെ സധൈര്യം നടന്നതിൻ്റെ കഥ അഭിമാനത്തോടെ പറയുന്ന പരാജിതനായ ഭരണാധികാരി മാത്രമായിരിക്കും. നിലപാട് പൂർണ്ണമാകുന്നു.